ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇവാനിയൻ വഴിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനും ഈ ഇവാനിയൻ വഴിയുടെ അടുത്തടുത്ത വളവുകളിലേക്കും കയറ്റങ്ങളിലും ഇറക്കങ്ങളിലും ഒക്കെ നിങ്ങൾ കൊണ്ടുപോകാനും ഞാൻ ഒത്തിരി സന്തോഷത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. പിതാവിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി 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 ദൈവത്തിന് നന്ദി പറയുന്നു. രക്ഷാകരമായ തിരുത്തലിൻ്റെ വഴിയായി ഒരു ജനതയിലൂടെ വെളിപ്പെട്ട മാർ ഇവാനിയോസ് പിതാവിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആധ്യാത്മിക വഴിയാണ് പുനരൈക്യം. അവ വീണ്ടും ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഇനിയും ഒരിക്കൽ കൂടി സൃഷ്ടിക്കപ്പെട്ടവ, ഇളക്കപ്പെട്ടവ നീക്കം ചെയ്യാൻ പാടില്ലാത്തവ നിലനിർത്തുന്ന പുതുജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആധ്യാത്മിക പ്രക്രിയയാണ്. അതിനായി ആ വ്യക്തി ഇനിയും ഒരിക്കൽ കൂടി തൻ്റെ ജീവിതത്തെ നോക്കുകയും ഇളകി നിൽക്കുന്നവയെ തൻ്റെ ജീവിതത്തിൽ പല കാരണങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതിനെ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലൂടെ രക്ഷാകരമായ തിരുത്തലിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന് കഴിയും. നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പുനരൈക്യത്തിൻ്റെ വഴിയിൽ വരുന്ന രണ്ട് ആധ്യാത്മിക സംഘർഷങ്ങളെ കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു. നിങ്ങൾ അത് ഓർത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന 2-3 വചനപരമായ ധ്യാനങ്ങളും പിന്നെ നമ്മെ ആ ചിന്തകൾ ഓർമ്മിപ്പിക്കുന്ന ചില പ്രായോഗിക വശങ്ങളും കണ്ടു. ഇതൊക്കെ ഒന്നിന് പിറകെ ഒന്നായിട്ട് കാണണമെന്നല്ല പറയുന്നത്. ഇത് ഒരെണ്ണം കഴിഞ്ഞതിന് ശേഷം അടുത്തത് വരും, അങ്ങനെയല്ല. ഇതെല്ലാം നമ്മളിൽ സംജാതമാകണം. ഈ ഏരിയകളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ മ്ലേച്ഛതകൾ ഊറിക്കൂടാൻ തുടങ്ങുമ്പോൾ, അത് കാണാനും മണക്കാനൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങണം. തുടങ്ങണം. ശോധനപരമായ ധ്യാനങ്ങളിൽ ആദ്യത്തേതായിരുന്നു ഞാൻ വിചാരിച്ചതും ദൈവം വിചാരിച്ചതും. എ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം I thought versus God's thought. രണ്ടാമത്തെ ഒരു ആധ്യാത്മിക സംഘർഷമായിട്ട് നമ്മൾ കണ്ടത് ഫലപൂർണതയും ഫലരാഹിത്യവും തമ്മിൽ വരുന്ന ഒരു സംഘർഷത്തിൽ നിന്ന് ഉളവാകുന്നത്. എ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം ഫ്രൂട്ട്ഫുൾനെസ് വേഴ്സസ് ഫ്രൂട്ട്ലെസ്നെസ്. ഈ ഫലശൂന്യതയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ കാറ്റിനെ പ്രസവിക്കുന്നവർ എന്നൊരു പ്രതീകത്തെ ഇട്ടിരുന്നു. ഫലപൂർണതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതാണ് എന്നും നമ്മൾ കണ്ടിരുന്നു. ഈ ദൈവസ്വഭാവത്തിൽ പങ്കാളികളാകുക എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ പ്രായോഗിക തലങ്ങളെ മനസ്സിലാക്കാൻ പത്രോസ്ലീഹായുടെ ജീവിതവും 7 തലങ്ങളിലൂടെ വിശ്വാസത്തെ സമ്പൂർണമാക്കാൻ ഉത്സാഹിക്കേണ്ടതാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ പുനരൈക്യ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന 4 പോഷക ഗുണങ്ങളെ അല്ലെങ്കിൽ പോഷക പുണ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. അവ എളിമ, ദൈവാശ്രയബോധം, സമചിത്തതയോടുകൂടിയുള്ള ഉണർന്നിരിപ്പ്, നിഷ്ഠാപരമായ പ്രയത്നം. ഇത്രയും കാര്യങ്ങളുമായി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇവാനിയൻ വഴിയുടെ വേറെ ഒരു തലത്തിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മൾ ഇന്ന് വേറൊരു ഭജനപരമായ ധ്യാനത്തിലേക്ക് കടക്കുന്നു. ഈ പുനരൈക്യത്തിലേക്ക് കടക്കുന്ന വ്യക്തി ആക്ച്വലി എന്താണ് ആയിത്തീരുന്നത്, അപരൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ എന്താണ് ആയിത്തീരുന്നത്, അതിനെക്കുറിച്ചുള്ള ഇവാനിയൻ തിങ്കിങ്ങുകളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ചില കാര്യങ്ങളുമാണ് ഇതിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതെങ്ങനെ തുടങ്ങും? വളരെ സരളമായിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം.
എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. എൻ്റെ മനസ്സിൽ 10 രൂപയുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്, എൻ്റെ മനസ്സിൽ 10 രൂപയുണ്ട്. ഏതാ വലുത്? പലരും പല ഉത്തരങ്ങളും തരും. ചിലർ ഉത്തരം ഒന്നും പറയില്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ടല്ലോ, ഏത് ചോദ്യം ചോദിച്ചാലും ഇങ്ങനെ ഇരിക്കും. അന്യമനസ്കർ എന്നാണ് നമ്മൾ അവരെ പറയുക. ഇവിടെ സ്വാഭാവികമായിട്ട് ഉത്തരം പല തരത്തിലുള്ളതായിരിക്കും അല്ലേ. കുറെ പേർ പറയും മനസ്സിലെ 10 രൂപയാണ് വലുത്. അപ്പൊ വേറെ ചിലർ പറയും കയ്യിലെ 10 രൂപയാണ് വലുത്, ഇതല്ലെങ്കിൽ അത്. പക്ഷെ വേറൊരു കൂട്ടര് പറയും കയ്യിൽ ഇപ്പൊ 10 രൂപ ഉണ്ടായാലും എന്നാ 1000 രൂപയിലുണ്ടായാലും നീ ഇതൊന്നും വലിയ കാര്യമല്ലോ അച്ചോ എന്ന് വേണമെങ്കിൽ പറയും. പിന്നെ വേറൊരു കൂട്ടര് പറയും രണ്ടും ഒരുപോലെയാണ്. പിന്നെ ഒരു കൂട്ടരോ അതും പിടിച്ച് തർക്കിക്കാൻ വരും. അങ്ങനെ പല തരത്തിലാണ് ഒരു കാര്യം ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ കണ്ടാലോ ഒക്കെ ഉത്തരം പറയാം. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ഓഫ്. പക്ഷെ ശരിയായ ഉത്തരം ഏതാണ്? ഓക്കെ, ശരിയായ ഉത്തരം രണ്ടും ഒരുപോലെയാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. കാരണം 10 രൂപ മനസ്സിലായാലും കയ്യിലായാലും 10 രൂപ 10 രൂപയല്ലേ, അത് 11 രൂപയാവോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ഉത്തരം മാറി പറഞ്ഞത്? എങ്ങനെയാ അത് അങ്ങനെ വന്നേ? അതിൻ്റെ പിന്നിൽ ഒരു ഞാൻ വിചാരിച്ചു കിടക്കുന്നുണ്ട്. കാരണം ഈ മനസ്സിലെ 10 രൂപയാണ് വലുത് എന്ന് പറയുന്ന വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ വിചാരിക്കുകയാണ് ആ 10 രൂപ എന്നിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടില്ല, അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും, അതുകൊണ്ട് അത് വലുത്. പക്ഷെ വേറെ ചിലരോ ഒത്തിരി പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ്, അവർ പറയുന്നത് മനസ്സിൽ 1000 രൂപ ഉണ്ടായാലും എന്താ കാര്യം, കയ്യിലുണ്ടായാലല്ലേ, അതുകൊണ്ട് കയ്യിലുള്ള 10 രൂപ വലുത്. പക്ഷെ അത് രണ്ടും നിങ്ങൾ ചിന്തിച്ചതല്ലേ. പൈസ കയ്യിലായാലും മനസ്സിലായാലും അത് 10 രൂപ 10 രൂപ ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് അല്പം കൂടി കടന്ന് ചിന്തിക്കാം. ഈ മനസ്സിലെ 10 രൂപ വലുതെന്ന് പറഞ്ഞവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തു തരുമോ? ഈ മനസ്സിൽ വലിയ 10 രൂപ ഉണ്ടെന്ന് പറയുന്ന കക്ഷി ഒരു കടയിൽ പോയിട്ട് ഒരു സ്പ്രൈറ്റ് മേടിച്ചിട്ട് ആ കടക്കാരനോട് പറയുക എൻ്റെ മനസ്സിൽ 10 രൂപയുണ്ട് എടുത്തോ. ചിരി വരുന്നില്ലേ? കാരണം നമുക്ക് പൊട്ടൻ്റെ പോലെ തോന്നും. അവിടെ പറയണം എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്, പക്ഷേ ഈ 10 രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തരാൻ പറ്റുമോ? എനിക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഈ 10 രൂപ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഗുണമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റണേ. അതിൻ്റെ 10 രൂപത്വം എന്ന് പറയും. 10 റുപ്പീനസ് എന്ന് പറയുന്ന സാധനം, ഒരു സാധനത്തിൻ്റെ അതിൻ്റെ സത്ത എന്ന് പറയില്ലേ, നമ്മുടെ സത്ത്, എസൻസ് എന്ന് പറയും. അതുള്ളത് കൊണ്ടാണ് നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നത്. ഈ കയ്യിൽ 10 രൂപയ്ക്ക് മനസ്സിലെ 10 രൂപയ്ക്ക് ഇല്ലാത്ത വേറൊരു ഗുണമുണ്ട്. അതൊന്നും പറയാൻ പറ്റുമോ? പെട്ടെന്ന് ആൾക്കാർ പറയും അതിൻ്റെ മൂല്യമാണ്, അതിൻ്റെ ഷേപ്പാണ്, അത് കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതൊക്കെ അതിൻ്റെ യൂട്ടിലിറ്റികളാണ്. ഈ ഗുണമുള്ളത് കൊണ്ടാണ് ഈ യൂട്ടിലിറ്റികൾ അതിന് വരുന്നത്, അതിൻ്റെ പ്രായോഗികത അതിന് വരുന്നത്. എന്താണ് ഈ കയ്യിലെ 10 രൂപയ്ക്കുള്ള എക്സ്ട്രാ ഗുണം? അത് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അസ്തിത്വം. ഇറ്റ് ഈസ് എന്ന് പറയും. ആ കയ്യിലെ 10 രൂപ ഉണ്ട്. പക്ഷെ മനസ്സിലെ 10 രൂപയോ ആക്ച്വലി ഈസ് ഇറ്റ് ദേർ? അത് അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു സന്നിഗ്ധ അവസ്ഥയാണ് ഈ മനസ്സിലെ 10 രൂപയ്ക്ക്. കയ്യിലെ 10 രൂപ അങ്ങനെയല്ല, ദാറ്റ് ഈസ് കോൺക്രീറ്റ്. ഇറ്റ് ഈസ്, അത് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിനെ കാണാൻ പറ്റുന്നത്, തൊടാൻ പറ്റുന്നത്, അതിനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നത്, കീറിക്കളയാൻ പറ്റുന്നത്, എന്തു വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഈ 10 രൂപ കൊണ്ട് നമ്മൾ തുടങ്ങിയത് 10 രൂപയിൽ നിൽക്കാനല്ല. ഇവിടെ നിന്ന് നമുക്ക് വേറൊരു അവസ്ഥയിലേക്ക് കിടക്കാം. എവിടെയാണ് നിങ്ങളുടെ ദൈവം? നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവം എവിടെയാ? ദൈവം ഈ മനസ്സിലെ 10 രൂപ പോലെയാണോ അല്ലെങ്കിൽ കയ്യിലെ 10 രൂപ പോലെയാണോ? ഇമ്മീഡിയറ്റ്ലി വളരെ സരളമായിട്ട് ലളിതമായിട്ട് ആളുകൾ ഉത്തരം പറഞ്ഞ് എന്നോട് പറയും, അച്ഛാ എൻ്റെ ദൈവം മനസ്സിലാണ്. എൻ്റെ ദൈവം എന്നറിയാം.
കുഴപ്പമൊന്നുമില്ല. ഒരു ഭക്തിഭാവത്തിൽ അങ്ങനെയൊക്കെ ലളിതമായിട്ട് ഉത്തരങ്ങൾ പറയാം. ഞാൻ അതും പറഞ്ഞ് ആർഗ്യൂ ചെയ്യാനില്ല. നമ്മളിപ്പോൾ പുനരൈക്യത്തിൻ്റെ ഒരു ചിന്താധാരയിൽ നിന്നാണ് ആ ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണേ. ആർഗ്യൂ ചെയ്ത് അതിൻ്റെ ആ ഒരു മൂഡിനെ കളയരുത്. ദൈവം മനസ്സിലാണെങ്കിൽ നേരത്തെ ആ 10 രൂപയും കൊണ്ട് കടയിൽ പോയ വ്യക്തിയെ പോലെ ആയിരിക്കും. അവൻ വിചാരിച്ചു അവൻ്റെ കയ്യിൽ വലിയൊരു 10 രൂപയുണ്ടെന്ന്. പക്ഷെ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം സാറേ എൻ്റെ മനസ്സിൽ 10 രൂപയുണ്ടെന്ന് പറയുമ്പോൾ ഒരു പൊട്ടൻ്റെ പോലെ നിന്ന പോലെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ചെലവാക്കാൻ പറ്റാത്ത ഒരു 10 രൂപ പോലെ ദൈവം നിങ്ങളുടെ മനസ്സിൽ അസ്തിത്വമില്ലാതെ കിടക്കും. അങ്ങനെ കിടക്കണില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? പലരുടെ ഉള്ളിൽ ദൈവം ഒരു സങ്കല്പം മാത്രമായിട്ട്, എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ ജീവിതത്തിലെ ഒരു റിയൽ സംഘർഷങ്ങൾ വരുമ്പോൾ പപ്പടം പൊടിയണ പോലെ പൊടിഞ്ഞിട്ട് പുരടാൻ്റെ പിന്നാലെ ഓടുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറില്ലേ? ചലഞ്ച് ചെയ്യപ്പെടത്തോളം കാലം, അല്ലെങ്കിൽ ചെലവാക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സമയം വരെ ഈ മനസ്സിലെ ദൈവം സുഖകരമായ ഒരു അനുഭൂതിയായിട്ട് നിൽക്കും. വളരെ ഭക്തിഭാവങ്ങളോടുകൂടെ സുഖകരമായ അനുഭൂതിയിലൂടെ ഒരു ജീവിതം മുഴുവനും ധ്യാനിച്ച് വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ when it is challenged, പലരും പറയുന്നു ദൈവം എന്നോട് കൂടെയില്ല. കുർബാനകളും പ്രാർത്ഥനകളും പള്ളി പോക്കും ഒക്കെ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് പിന്നെ കയ്യും കാലും പൊക്കി ഈ സാരിയും കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ മുണ്ടും വളച്ചു കൊടുത്ത് ഞാൻ പള്ളിയിലും കയറില്ല, പള്ളിയുടെ അടുത്തേക്ക് പോവില്ല, ഇതൊക്കെ ഹമ്പൊക്കെയാണെന്നും പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ഇപ്പുറത്ത് അല്ലെങ്കിൽ മറ്റേ അറ്റത്തെന്ന് പറഞ്ഞ പോലെ ഓടിപ്പോകുന്നില്ലേ? അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ ദൈവചിന്തകളും ദൈവികമായ പല ഭാവങ്ങളും സ്നേഹങ്ങളും ഒക്കെ മനസ്സിൽ മാത്രം, അതിൻ്റെ സങ്കല്പങ്ങളിൽ മാത്രം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ കടന്നു വരുന്നത്. നമ്മളിവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പുനരൈക്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു, എവിടെയാണ് നമ്മളുടെ ദൈവം? എൻ്റെ മനസ്സിൽ മാത്രമാണോ? എൻ്റെ ദൈവം വെറും ഒരു സങ്കല്പമാണോ? ഒരു കഥയിലെ വലിയ നായകനാണോ എൻ്റെ ദൈവം? എവിടെയാണ് എൻ്റെ ദൈവം? വചനാധിഷ്ഠിതമായിട്ട് ചിന്തിക്കണം. വചനാധിഷ്ഠിതമായി ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മനസ്സിലല്ല, ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. The word became flesh and dwelt among us. മധ്യത്തിൽ. ചിലരപ്പോൾ പെട്ടെന്ന് വിചാരിക്കുക അത് മധ്യത്തിൽ എന്ന് പറഞ്ഞിട്ട് വെള്ളടിക്കാൻ നടക്കും. ആ മധ്യത്തിൽ അല്ല, മധ്യത്തിൽ, നമ്മുടെ ഇടയിൽ. എൻ്റെ ഉച്ചാരണം ചിലപ്പോൾ കൃത്യമായിട്ട് വരുന്നതിൻ്റെ ആയിരിക്കില്ല. മദ്യവും ഒക്കെ സെയിമായിട്ട് തോന്നാം. അങ്ങനെ വിചാരിച്ച് കളയരുത്. ഈ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 18-ാം അധ്യായം 20-ാം വാക്യത്തിലും ഒരു സിമിലർ വാചകമുണ്ട്. എവിടെയാണോ 2 പേർ 2-3 ഇമ്മാനുവൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദൈവം നമ്മോടുകൂടെ. ഒറ്റയ്ക്കാണെങ്കിൽ ഇസ് വിത്ത് മീ, ഒന്നിൽ കൂടുതൽ പേരാണെങ്കിൽ എമംഗ് us. ദൈവം എൻ്റെ ഉള്ളിലെ ഒരു സങ്കല്പമല്ല, മറിച്ച് എന്നോട് കൂടെ അല്ലെങ്കിൽ നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഒരു വാസ്തവികതയാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. പുനരൈക്യ ചിന്തകൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ് വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. എൻ്റെ ഉള്ളിലെ സങ്കല്പമല്ല എൻ്റെ ആരാധനയ്ക്ക് പാത്രമാകുന്നവൻ എന്ന തിരിച്ചറിവ് വന്നാൽ മാത്രമേ ഈ ദൈവം എന്നോട് പറയുന്ന, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ തിരിച്ചറിയാനും അവൻ്റെ ദൈവ സ്വഭാവത്തിൽ നമുക്ക് പങ്കുകാരനാകാനൊക്കെ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആരാധനകൾ നടത്തുകയും കുർബാനകൾ ചൊല്ലുകയും ഭക്തിയുടെ ആ ഒരു ഭാവത്തിലേക്ക് കടക്കുകയും ഇതിനൊക്കെ പ്രതിദാനം ചെയ്യുന്ന ദൈവിക വാസ്തവികതയെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും.
അപ്പോൾ വലിയ പുണ്യാളന്മാരൊക്കെ ആയിട്ട് നടക്കും. പക്ഷെ ക്ഷമിക്കണം എന്നൊന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ആ ദൈവം നിന്നിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അപ്പൊ അവർ പറയും അതൊക്കെ ഒരു തോന്നലല്ല അച്ഛാ, നമുക്ക് അങ്ങനെ തോന്നുന്നു, സ്വർഗം ഇവിടെ നരകം ഇവിടെ എന്ന് പറയുന്ന ഒരു തരം ചിന്തകൾ കേട്ടിട്ടില്ലേ? സ്വർഗം എവിടെയാണ് നരകം എവിടെ എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനെ പറ്റി എങ്ങനെ പറയാ? ഈ ലോകം ഒരു തീർത്ഥാടനമാണെന്ന് എങ്ങനെ പറയാ? സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നത് എങ്ങനെ പറയാ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്വർഗം ഇവിടെയല്ലേ നരകം ഇവിടെയല്ലേ, പിന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ലല്ലോ. അങ്ങനെ ആകുമ്പോഴാണ് പുനരൈക്യ ചിന്തകളുടെ ആവശ്യമില്ലാതെയായി വരുന്നത്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ ജീവിക്കാം, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ദൈവത്തിൻ്റെ ഭക്തിഭാവങ്ങളെ കാണിക്കാം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മുടെ ഈശ്വര സങ്കല്പങ്ങൾ അനുസരിച്ച് നമ്മുടെ പെരുമാറ്റ രീതികളും ജീവിത രീതികളും മാറും. ദൈവത്തെ മനസ്സിൽ കാണുമ്പോൾ അവൻ മുനിയാകും, ദൈവസമ്പാദനത്തിന് വേണ്ടി മല കയറാനും തയ്യാറാകും. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ നടുക്കോ ഒരു സമൂഹത്തിൻ്റെ നടുക്കോ അല്ലെങ്കിൽ അവനവൻ്റെ കൂടെയൊക്കെ അവൻ ദൈവത്തിനെ കാണാതെയാകും. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവം ഉണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ് എന്നും വിശ്വസിക്കണം. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഏതോ സിനിമയിൽ ഇന്നസെന്റ് പറയുന്ന പോലെ ഉണ്ടില്ല എന്തേ ഉണ്ണണോ അങ്ങനെ ചോദിക്കുന്ന രീതിയല്ല. തീർച്ചയായിട്ടും ഈ എക്സിസ്റ്റ് ദൈവം, ഗോഡ് ഈസ്, അവൻ ആകുന്നു, അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. സ്വർഗസ്ഥനായ പിതാവ് മനുഷ്യരുടെ ദുഃഖങ്ങൾ കണ്ട് കരച്ചിൽ കേട്ട് അവരുടെ ഇടയിൽ ആയിരിക്കുവാൻ വന്ന ദൈവമാണ്. ഇസ്രായേലിൻ്റെ മധ്യത്തിൽ അവരോട് കൂടെ ആയിരിക്കുന്ന ദൈവമാണ്, സങ്കല്പങ്ങളിലെ ദൈവമല്ല. ശരീരം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന യേശു, ആ യേശുവാണ് നമ്മളെ പുനരൈക്യപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു തത്വമോ അല്ലെങ്കിൽ ഒരു ഫിലോസഫി അല്ല. ഈ വിളിച്ചവനെ കുറിച്ചുള്ള അറിവാണ് നമ്മെ അപരനുമായി, ദൈവവുമായി, പ്രകൃതിയുമായി ഒക്കെ പുനരൈക്യപ്പെടുത്തുന്ന ഒരു മൂല കാരണം. നമ്മോട് കൂടി ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ദൈവം, നമ്മോട് കൂടി ആയിരിക്കുന്ന വചനമാകുന്ന ദൈവം, നമ്മളോട് കൂടി ആയിരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് ഇസ്രായേലിനോട് കൂടി ആയിരിക്കുന്ന ദൈവം, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മനസ്സുകളിൽ അല്ലെങ്കിൽ ഒരു സങ്കല്പങ്ങളിൽ ജീവിക്കുന്ന എസൻസ് മാത്രമുള്ള ഒരു കാര്യമല്ല, എക്സിസ്റ്റൻസ് ഉള്ള നമ്മുടെ ഇടയിൽ വസിക്കുന്ന വ്യക്തികളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവാനിയൻ ധ്യാനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ കുർബാന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ത്രോണോസിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ മാത്രമേ അച്ചടക്കത്തോടു കൂടിയുള്ള കുർബാന ക്രമങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് പോയി ആരാധിക്കാം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ അവിടെ പോണേ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാലും പോരെ. അങ്ങനെയല്ല, 1-2 പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ വരുന്ന ദൈവം, ആ ദൈവത്തിനോട് ചിലപ്പോഴൊക്കെ നമ്മൾ ഒരു രോഗശാന്തി ചോദിക്കും, ചിലപ്പോഴൊക്കെ എന്തെങ്കിലും താന്നൊക്കെ ചോദിക്കും. അതല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ദൈവത്തെ നമ്മൾ ചുമ്മാ ആരാധിക്കും, ഒന്നും ചോദിക്കാതെ. ബിക്കോസ് ഗോഡ് ഈസ് ദേർ, ലെറ്റ് സെലിബ്രേറ്റ് ഹിസ് പ്രസൻസ്. അതിന് ആ സാമീപ്യത്തെ മനസ്സിലാക്കണ്ടേ, ആ സാമീപ്യം കഥയല്ല എന്ന് തിരിച്ചറിയണ്ടേ, അതൊരു ഇടവകയുടെ മധ്യത്തിലുണ്ട് എന്ന് തിരിച്ചറിയണ്ടേ. ത്രോണോസിൽ അവൻ എഴുന്നള്ളിയിരിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ദൈവത്തെ നമ്മൾ നമ്മുടെ മനസ്സിൽ വസിക്കുന്ന, സങ്കല്പങ്ങളിൽ വസിക്കുന്ന ദൈവമല്ലാതെ നമ്മോട് കൂടിയായിരിക്കുന്ന ഒരു ദൈവമായിട്ട് നമ്മൾ കാണണം.
സന്യാസത്തിന്റെ ഉയരങ്ങളിലേക്ക് കടക്കുന്ന മാർ ഇവാനിയോസ് ഒരു വലിയ കാര്യം തിരിച്ചറിയുന്നു. സന്യാസത്തിന്റെ മൗനങ്ങളിൽ ഇരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് ജനത്തിന്റെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് മലയിറങ്ങണേ. അതല്ലെങ്കിൽ ഭക്തിഭാവങ്ങളിൽ നിറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറി ദൈവം എന്ന ആ ഒരു വലിയ സങ്കല്പത്തെ ധ്യാനിച്ച് ആരാധിച്ച് സ്വായുജ്യം നേടാൻ കഴിയും. പക്ഷെ പിതാവിന്റെ സന്യാസ ചിന്തകളിൽ ഇന്ത്യൻ സന്യാസത്തിന്റെ ഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന വചനമാകുന്ന ദൈവത്തെ, നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തെ കാണാൻ തുടങ്ങി. എൻ്റെ ജനത്തിന്റെ വേദനയ്ക്കുള്ളിലാണ് അവര്. ദൈവം നിസ്സഹായരായ, വേട്ടയാടപ്പെടുന്ന ഇരകളായ എൻ്റെ ജനത്തിന്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. അവന്റെ പിന്നാലെ എനിക്ക് പോകണം എന്ന് പറയുമ്പോഴല്ലേ ശിക്ഷിത്വം വരുള്ളൂ. എന്നെ അനുഗമിക്കുവിൻ എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ പോകുന്ന ദൈവത്തെ കണ്ടാലല്ലേ എനിക്ക് അവനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു കഥയായിട്ട് ഞാൻ അത് കാണുകയാണെങ്കിൽ, ഒരു സങ്കല്പമായിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് കണ്ണടച്ചിരുന്ന് എന്ന് പറഞ്ഞ് വലിയ ദീർഘശ്വാസം വലിച്ചിരുന്നാൽ മതി. അങ്ങനെ ദീർഘശ്വാസം വലിച്ച് സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു ശിഷ്യത്വം നമ്മുടെ വചനാധിഷ്ഠിത ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ കാണുന്നത്? കോൺക്രീറ്റ് ആയിട്ട് നമ്മളോട് എന്നെ അനുഗമിക്കുന്ന എന്ന് പറയുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന ശിഷ്യർ, ആ ദൈവത്തിന്റെ ഇച്ഛകളെയും അനിച്ഛകളെയും പൂർത്തിയാക്കുന്നതിലൂടെ ദൈവസമ്പാദനം എനിക്ക് ലഭിക്കുമെന്ന് കഴിയുന്ന ഒരു ജനത. അതിന് ദൈവത്തെ ജീവിക്കുന്ന ദൈവമായിട്ട് അവരൊരു സമൂഹത്തിലോ മധ്യത്തിലോ ഒക്കെ കാണാൻ കഴിയണം. ഇനി ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം, അത് ദൈവത്തിന്റെ കാര്യം, അത് നമുക്കെന്ത് കാര്യം? നമ്മളുടെ ചിന്തയനുസരിച്ച് ദൈവത്തിന്റെ സാദൃശ്യത്തിലും ആകാരത്തിലും അല്ലെങ്കിൽ രൂപത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ദൈവം ഒരു സങ്കല്പം മാത്രമാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളും അതുപോലെയാവും, വെറും ഒരു സങ്കല്പം. അപ്പൊ നിങ്ങൾ ചോദിക്കണം, എവിടെയാണ് അപരൻ, ദി അതർ എന്ന് പറയുന്നത്? നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കള് മനസ്സിൽ? ആർ ദേ ലിവ് ജസ്റ്റ് ഇൻ യുവർ മൈൻഡ്? എവിടെയാ അപ്പൻ? അപ്പനൊരു കുടുംബത്തിന്റെ മധ്യത്തിലായിരിക്കണ്ടേ, അല്ലാതെ അവന്റെ മനസ്സിൽ മാത്രമാണ്. നിങ്ങൾ ദൈവത്തെ അങ്ങനെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്ന ഭംഗിയുള്ള ഒരു അനുഭൂതിയാക്കി മാറ്റുമ്പോൾ അപരനും അതുപോലെ ഭംഗിയുള്ള ഒരു അനുഭൂതിയായിട്ട് മാറും. അതിന്റെ കറസ്പോണ്ടിങ് എക്സിസ്റ്റൻസ് may not be experienced. അതാ സംഭവിക്കുന്നത്. അപരൻ അദൃശ്യനായി പോകും, അപരനെ നിങ്ങൾ കാണാതെയായി പോകും. അപ്പൊ മക്കൾ പറയും എൻ്റെ വീട്ടിൽ അപ്പനില്ല എന്ന് പറയും. അപ്പൊ അവിടെ ഒരു ആണില്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആണുണ്ട്, പക്ഷെ അപ്പനില്ല അവിടെ. അപ്പൻ, ചില അച്ഛന്മാരെ എന്നോട് പറയും, അച്ഛാ രജിസ്റ്ററിൽ ഒരു 100-150 കുടുംബമുണ്ട്, ഞായറാഴ്ച പള്ളിയിലോ മനസ്സിലുള്ള പാരീഷണേഴ്സുകൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലേ. അവരൊക്കെ എവിടെയാ? അവരൊക്കെ എവിടെയും ഉണ്ട്. പക്ഷേ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, മധ്യത്തിലില്ല. ഭാര്യയുടെ അടുത്ത് ഭർത്താവില്ല, ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യയില്ല, അപ്പൻ്റെ അടുത്ത് മക്കളില്ല, മക്കളുടെ അടുത്ത് അപ്പനില്ല, ഇടവക്കാരുടെ അടുത്ത് പുരോഹിതനില്ല, പുരോഹിതന്റെ അടുത്ത് ബിഷപ്പില്ല. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. വലിയ വലിയ സംഭവങ്ങളാണ്, എല്ലാവരും ഉണ്ട്. കാറ്റിനെ പ്രസവിക്കുന്നവർ. അപരൻ അദൃശ്യനായിട്ട് പോകുന്നു. പിന്നെ ഏത് പുനരൈക്യത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കണേ? അപരനെ കാണാതെ, അവൻ എന്നോട് കൂടെയുണ്ടെന്ന് തിരിച്ചറിയാതെ, കുടുംബത്തിലെ വേദനകൾ അറിയാതെ, സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യാതെ നിങ്ങൾ ഏത് പുനരൈക്യത്തെ പറ്റി സംസാരിക്കും? പുനരൈക്യത്തെ പറ്റി സംസാരിക്കണമെങ്കിലും ചിന്തിക്കണമെങ്കിലും അപരൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എൻ്റെ സുഹൃത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എൻ്റെ ഭാര്യയും ഭർത്താവും എൻ്റെ മക്കളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോഴല്ലേ അവരുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുള്ളൂ. അപ്പോഴല്ലേ അവരുമായിട്ടൊക്കെ ഞാൻ കൂട്ടായ്മയിലാണോ എന്ന് ചിന്തിക്കുള്ളൂ. അതല്ലെങ്കിൽ സുന്ദരമായ ഭാര്യ സങ്കല്പങ്ങളെയും സുന്ദരമായ ഭർത്താവ് സങ്കല്പങ്ങളെയും സുന്ദരമായ മക്കൾ സങ്കല്പങ്ങളെയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കാൻ കഴിയും.
പക്ഷെ അതൊന്നും കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരില്ല. അപ്പൊ എന്തുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയോ? ഈ അപരൻ അദൃശ്യനാകുന്നതിൻ്റെ ഒപ്പം ജീവിതത്തിലെ പല കാര്യങ്ങളും അദൃശ്യമാകാൻ തുടങ്ങും. നിങ്ങളുടെ ധനവും മനസ്സിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, കയ്യിലുണ്ടാവില്ല. സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും, പക്ഷെ അതിനെ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും, പക്ഷെ അത് വെറും ഒരു സങ്കല്പമായിട്ട് മാറും. ആരോഗ്യം വാസ്തവികമായ ഒരു സ്ഥിതിയാണെന്നും ആ ആരോഗ്യം യഥാർത്ഥമായി ഞാനുമായി പുനരൈക്യത്തിലേക്ക് വരാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ അതിന് സ്വാഗതം ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ എന്തുണ്ടാവും നിങ്ങൾക്കറിയോ? മണ്ണും മലയും പുഴകളും ഒക്കെ അദൃശ്യമാകും. അതൊക്കെ മനസ്സുകളിലും ഫോട്ടോഗ്രാഫികളിലും ഈ കവിതകളിലൊക്കെ മാത്രമായിട്ട് നിൽക്കും. പക്ഷെ യഥാർത്ഥമായ പുഴ വറ്റി വരങ്ങും. ആ മലകള് മുഴുവനും മരങ്ങളില്ലാതെ ഉണങ്ങിക്കരിയും. മണ്ണ് മുഴുവനും ഫലഭൂയിഷ്ടമല്ലാതെ കാറ്റിനെ പ്രസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ മഞ്ഞും മഴയും പുഴയും വെയിലും എല്ലാം അദൃശ്യമാകും. ഒരു അപരൻ അവിടെ ഉണ്ടാകില്ല. പിന്നെ ആരായിട്ട് നിങ്ങൾ പുനരൈക്യപ്പെടുക? പുഴയെ കണ്ടാലല്ലേ പുഴയായിട്ട് പുനരൈക്യപ്പെടാൻ പറ്റുള്ളൂ. മണ്ണുണ്ടെന്ന് മനസ്സിലായില്ലേ അതുമായിട്ട് പുനരൈക്യപ്പെടാൻ പറ്റുള്ളൂ. അതിന് നമ്മുടെ ഇടയിൽ വസിക്കുന്ന വാസ്തവത്തിലുള്ള വ്യക്തികളെ കാണണം, അപരനെ കാണണം. ആ അപരനാണ് ദൈവം. ആ അപരനാണ് നിന്റെ സുഹൃത്ത്, നിന്റെ സഹോദരൻ, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, എന്തും. അപ്പൊ ദൈവമായിട്ട് നീ പുനരൈക്യപ്പെട്ടു എന്ന് പറയുമ്പോഴും, നീ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴും, നിന്റെ സഹോദരനായിട്ട് ഒരു സംവാദത്തിലേക്ക് കടക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ മ്ലേച്ഛതകൾ ഉറഞ്ഞുകൂടി മണക്കുകയും കാണുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഇവാനിയൻ വഴിയിലേക്ക് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ പിതാവ് പറയുന്ന പുനരൈക്യത്തിലേക്ക് കടക്കണമെങ്കിൽ, അപരൻ ഒരു യഥാർത്ഥ വാസ്തവികതയാണെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിയൽ കേവലം ഞാനോ നിങ്ങളോ മാത്രമല്ല, ഈ ലോകം മുഴുവനും ഒരു കൂട്ടായ്മയാണെന്ന് തിരിച്ചറിയണം. ഇതിനോടൊക്കെ എൻ്റെ ബന്ധങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. അതിന് വ്യക്തി തന്നെ ആ കുടുംബത്തിലോ സ്ഥാപനത്തിലോ ഇടവകയിലോ ഒക്കെ സ്ഥാപിക്കണം. എൻ്റെ ഭാഷയിൽ, ഞാൻ ഒഡിയ ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഒഡിയ ഭാഷയിൽ ഒരു സിമ്പിൾ സെന്റൻസ് പറയും, വേണമെങ്കിൽ അത് മലയാളത്തിലാക്കിയിട്ടും പറയാം. സ്ഥിതിക്കു ഉപസ്ഥിതിയുടെ പരിണത കൊലകി പൊരുസ്ഥിതിയുടെ പൊരുപൊർത്തന ആസേ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു സെന്റൻസ് ഉണ്ട്. പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക്, പക്ഷെ അതൊക്കെ മലയാളമാണ്, സാൻസ്ക്രിറ്റൈസ്ഡ് വാക്കുകളായതുകൊണ്ട് മനസ്സിലാവാത്തെ. സ്ഥിതി നമ്മുടെ എല്ലാവരും സ്ഥിതിയിൽ നിന്നാണ് സ്ഥിരം, സ്ഥാവരം എന്നൊക്കെയുള്ള പദങ്ങൾ വരുന്നത്. ഈച്ച് സ്ഥിതിയാണ് നമ്മൾ ഇപ്പം പറഞ്ഞാൽ, ഞാൻ ഒരു സ്ഥിതിയാണ്, എൻ്റെ ഇടവക ഒരു സ്ഥിതിയാണ്, എൻ്റെ സുഹൃത്ത്, അപ്പൻ, അമ്മ ഒരു സ്ഥിതികളാണ്. പക്ഷെ ഓരോ സ്ഥിതികൾക്കും ഒരു പരിസ്ഥിതി ഉണ്ടെന്ന് പറയും. അവരായിരിക്കുന്ന അതിലാണ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ പരിസ്ഥിതിയുടെ മാറ്റങ്ങളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ടെക്സ്റ്റ് പറയുന്നത് സ്ഥിതിയെ ഉപസ്ഥിതിയുടെ പരിണതം നോക്കല്ലേ. ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ ഉപസ്ഥിതരായ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പ്രസന്റ്. അനുപസ്ഥിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് അല്ലാത്ത. ഇങ്ങനോട് ജസ്റ്റ് ഒളിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യാതെ ആ സ്ഥലത്ത് പരിവർത്തനം വരുന്നത് നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കണേ? നിങ്ങൾ ആഗ്രഹിക്കണ കുലകുരിശ് തൊട്ട് ഇന്ന് വരെയുള്ള സമൂഹത്തില് ആ പരിസ്ഥിതിക്ക് പരിവർത്തനം വരണം. ആ പരിവർത്തനം എങ്ങനെ വരും? നിങ്ങളെ തന്നെ അപരന്റെ മുമ്പില് സമർപ്പിച്ചാലല്ലേ, അപരനുണ്ട് എന്ന് പറഞ്ഞാലല്ലേ അവന്റെ കൈ പിടിക്കാൻ പറ്റണേ. പക്ഷെ അപരനെ കോടതി തിണ്ണകളിൽ മാത്രമേ കാണൂ. അപരനെ ഈ കോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള കടലാസുകളിലെ പ്രതികളായിട്ടോ നമ്പറുകളായിട്ടോ അക്ഷരങ്ങളായിട്ടോ മാത്രം കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, വ്യക്തി കോടതി വ്യവഹാരങ്ങളിലെ വിറ്റ്നസ്സുകളുടെ നമ്പറുകൾ മാത്രമായിട്ട് എന്തിനാ റിഡ്യൂസ് ചെയ്യണേ? രക്തവും മാംസമുള്ള മക്കളായിട്ട് കണ്ടൂടെ? തെരുവുകളിൽ സമരത്തിന് വേണ്ടി മാത്രം ഒന്നിച്ചു കൂടുന്നവരായിട്ട് എന്തിനാ കാണുന്നേ? സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന കൈകളുള്ള കണ്ണുകളുള്ള മനുഷ്യരായിട്ട് കണ്ടുകൂടെ?
അങ്ങനെ കണ്ണുകളുള്ള, കാതുകളുള്ള, നടക്കുന്ന മനുഷ്യരായിട്ട് കണ്ടാൽ മാത്രമേ യേശുവിനെ കാണാൻ കഴിയുള്ളൂ. എന്റെയും നിങ്ങളുടെയൊക്കെ പാപത്തിന് വേണ്ടി ഈ കാരിമ്പരുമ്പ് ആണികളെ തുളച്ച് കയറി വേദനിച്ച് മരിച്ച് എന്റെ വേദനയും ദുഃഖത്തെയും വഹിച്ച് എന്നെ രക്ഷപ്പെടുത്തിയവൻ, പുനരൈക്യപ്പെടുത്തിയവൻ എന്നുള്ള ചിന്തയൊക്കെ വരുള്ളൂ. അതല്ലെങ്കിൽ കുരിശൊക്കെ കഥകളായിട്ട് മാറിപ്പോയില്ലേ? പിന്നെ ഇങ്ങനെ പുനരൈക്യം പറഞ്ഞേ? പുനരൈക്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ഷുഡ് ബി ബിക്കം വിസിബിൾ. ദൃശ്യവൽക്കരിക്കണം നമ്മളെല്ലാവരെയും. അത് തുണി ഉരിഞ്ഞിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കണം. ഈ ലോകത്തിന് അറിയാത്ത എന്താണ് നമ്മളിലുള്ളത്? ഞാൻ ഏത് ഉടുപ്പിട്ട് നിന്നാലും കർത്താവ് പറയുന്ന പോലെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നെ നോക്കി പറഞ്ഞൂടെ? എൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇനിയിപ്പോ ഞാൻ തുണി അഴിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നാലും ഒരു മനുഷ്യന് ഇത്രയൊക്കെ ഉള്ളതെന്ന് എനിക്ക് അറിയണ്ടേ? പരിഹസിക്കായിരിക്കും. പക്ഷെ അതിനപ്പുറം ഒരു തുണി അവർ എനിക്ക് കൊണ്ടുവന്ന് തരില്ലേ? ഞാൻ അവരുടെ ശത്രുവായാൽ പോലും ഞാൻ അവന്റെ മുമ്പിൽ തുണി അഴിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ, എന്റെ കരയുന്ന കണ്ണുകൾ അവൻ കാണുകയാണെങ്കിൽ, ഒരുപക്ഷെ ആദ്യത്തെ 1-2 പേർ എന്നെ കല്ലെറിഞ്ഞേക്കാം. പക്ഷെ ആ കൂടി നിൽക്കുന്നവര് ഒരുത്തിനെങ്കിലും ഒരു തുണി കൊണ്ടുവന്ന് എന്റെ മേത്തിടില്ലേ? അത്ര കരുണയില്ലാതെ നമ്മളെല്ലാവരും അദൃശ്യരായി പോയോ? പുനരൈക്യപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെല്ലാവരും അകന്നുപോയോ? അങ്ങനെ ചില ചോദ്യങ്ങള് പിതാവ് ചോദിക്കാൻ തുടങ്ങി. സന്യാസത്തിന്റെ ആഴങ്ങളിൽ സ്വയം ദൃശ്യമാകാൻ ആഗ്രഹിച്ചു. പക്ഷെ ആ ദൃശ്യമാകലിൽ ഇളകി നിൽക്കുന്നവ, സൃഷ്ടിക്കപ്പെട്ടവ, നമ്മളെയൊക്കെ അദൃശ്യമാക്കുന്ന ചില ചിന്തകള്, ഭാവങ്ങള്, രൂപങ്ങള് ഒക്കെ എടുത്തു കളയാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ദൃശ്യവൽക്കരിക്കപ്പെട്ടപ്പോൾ, അപരന്റെ മുമ്പിൽ ഒരു വാസ്തവികതയായിട്ട് നിന്നപ്പോ പിതാവിനെ ഒത്തിരി പേര് കണ്ടു. ആ കണ്ടവരെല്ലാവരും ഒന്നിച്ചുകൂടി ആ കൂട്ടായ്മയായിട്ട് ഒരു സഭ വളർന്നു. ഇവിടെ നിർത്തുകയാണ് ഈ ചിന്തയെക്കുറിച്ച്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചിന്തിക്കുന്നതായിരിക്കും. പക്ഷെ സുഹൃത്തുക്കളെ, സഭയുടെ അടിത്തട്ടിൽ മ്ലേച്ഛതകൾ നിങ്ങൾ കാണാൻ തുടങ്ങുകയും, അത് കുടുംബത്തിലായിക്കോട്ടെ, വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലായിക്കോട്ടെ, മ്ലേച്ഛതകളെ കാണാനും മണക്കാനും തുടങ്ങുമ്പോൾ ഒന്ന് അറിയണം, ദൈവം നിങ്ങളുടെ മുമ്പിൽ ദൃശ്യമാകാനായിട്ടുള്ള കഴിവ് തന്നിരിക്കുന്നു. അതല്ലെങ്കിൽ ആ മ്ലേച്ഛതകളെ പോലെ നിങ്ങൾ കാണില്ല, എല്ലാം അദൃശ്യമായി മാറും, അപരനും ഈ ലോകത്തിലുള്ള എല്ലാവരും. പക്ഷെ നിങ്ങൾ അത് കാണാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ ദൈവത്തെ അറിയാനുള്ള സോപാനങ്ങളാക്കി മാറ്റാം. അവരെയും നിങ്ങളെയും ഒന്നിച്ച് ദൃശ്യവൽക്കരിക്കാം. അപരനെ മനസ്സിലാക്കുമ്പോഴാണ് കൈകൾ നീട്ടുക. അടിക്കാനല്ല, കോരിയെടുക്കാൻ, ഒന്നിപ്പിക്കാൻ, ക്ഷമ പറയാൻ. അതിലാ പുനരൈക്യം. അപ്പൊ ഏറ്റവും വലിയ തിരുത്തലുകൾ, രക്ഷാകരമായ തിരുത്തൽ എന്താണ്? എന്നെ തന്നെ ദൃശ്യമാക്കാനുള്ള, ഞാൻ എന്ന ആ ഉപസ്ഥിതിയെ, പ്രസൻസിനെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെക്കാനുള്ള ആർജവം. ഒളിക്കുകയല്ലേ നിങ്ങളെല്ലാവരും? സമാധാനങ്ങളിൽ നിന്ന്, സൊല്യൂഷനുകളിൽ നിന്ന് ഒളിക്കുകയല്ലേ? സ്നേഹിക്കാൻ പോലും പേടിച്ച് ഒളിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും? ഇവാൻ വഴിയുടെ അവസാനം നമ്മൾ ദൃശ്യമാകണം, ഒറ്റയ്ക്കല്ല, ഒരുമിച്ച്. അതിനുവേണ്ടി കാരുണ്യവാനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വലിയ വ്യക്തി നമുക്ക് വേണ്ടി മാധ്യസ്ഥം പറയുകയും ചെയ്യട്ടെ. ആമേൻ.